ഹലോ നവീൻ. മാഡം, നിങ്ങളിത് എങ്ങോട്ടേക്കാണ് പോകുന്നത്? ഞാൻ നിങ്ങളുടെ വണ്ടിയുടെ പുറകെ ഉണ്ട്. ഗാഥയ്ക്ക് പൂജയുടെ സമയമായി. അമ്മ അവിടെ ടെൻഷനായിട്ട് നിൽക്കുക. മാഡം വണ്ടി ഒന്ന് നിർത്തിക്കേ. ഞാൻ ഗാഥയെ കൂട്ടിക്കോളാം. മാഡം പ്ലീസ് വണ്ടി സ്റ്റോപ്പ് ചെയ്യേ. ഫോൺ കട്ട് ചെയ്തല്ലോ. നവീൻ നമ്മളെ കണ്ടു. അപ്പോ കൃഷ്ണ എവിടെ മാം? അറിയില്ല. മടക്കിഞ്ഞ് താൻ ക്രോസ് ചെയ്ത് നിർത്തി. മേഡം നല്ല ആളാ. വണ്ടി നിർത്താൻ പറഞ്ഞിട്ട് നിർത്താത്തെന്താ? അത് നവീൻ, എന്താ കഥ? താൻ അല്പം റെസ്പോൺസിബിലിറ്റി കാണിക്കുന്നല്ലേ ഞാൻ വിചാരിച്ചേ. മമ്മിയെ കണ്ടപ്പോഴേക്കും അതൊക്കെ മറന്നുപോയോ? താൻ വന്നേ, കേറിക്ക്. അല്ല നവീൻ. താൻ പാടോ. അയ്യോ നവീൻ, മമ്മി. പാടോ. നവീൻ, നടക്കും. നവീൻ, 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 ഞാൻ മോളെ ഡ്രോപ്പ് ചെയ്യാം. ഇനി എന്തിനാ അതിന്റെ ആവശ്യം? ഞാനില്ലേ. ഗാഥ നടക്ക. അല്ല നവീൻ, മോളുടെ കുറെ സാധനങ്ങൾ വീട്ടിലിരിക്കുകയാണേ. അതെല്ലാം കൂടെ എടുത്തിട്ട് ഞാൻ കൊണ്ടുവരാം. അതൊക്കെ ഞാൻ വന്ന് കളക്ട് ചെയ്തോളാം, അല്ലേ ഗാഥ? വാ. നവീൻ, ഞാനൊന്ന് പറയട്ടെ. താൻ കേറും. മടക്കുഞ്ഞ് വണ്ടി വിട്. അമ്മ അല്ലെങ്കിൽ വീണ്ടും വിളിക്കാൻ തുടങ്ങും. സിനി, എന്ത് സംഭവിക്കുന്ന അറിയില്ല. തൽക്കാലം നീ കൂടി അവരുടെ കൂടെ ചെല്ല. ശരി മാം. ഞാനും വരുന്നുണ്ട്. ഇതെന്ത് പറ്റി? കൃഷ്ണ അവിടെ ഇല്ലേ? കൃഷ്ണയും ഗാഥയും ഒരുമിച്ച് കളരിക്കലെത്തുമെന്ന് പറഞ്ഞ എന്തപ്പ ചെയ്യാ? കിട്ടുന്നുമില്ലല്ലോ അവളെ.